തൃപ്രയ റൈഹാൻ ഐ ഹോസ്പിറ്റലിൽ രോഗിയുടെ കണ്ണിൽ നിന്നും 11 സെന്റിമീറ്റർ നീളമുള്ള ജീവനുള്ള വിരയെ പുറത്തെടുത്തു. കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ച രോഗിയിൽ നിന്ന് റൈഹാൻ കണ്ണാശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ AS സുബി വിശദമായ പരിശോധനയിലൂടെയാണ് കണ്ണിൽ വിരയെ കണ്ടെത്തിയത്. മൈക്രോഫൈലേറിയ, ലോവ, ഓങ്കോസർക്കിയാസിസ്, ടോക്സോപാര തുടങ്ങിയവയാണ് പ്രധാനമായും കണ്ണിനെ ബാധിക്കുന്ന പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സ് ആനിമൽസിൽ കൂടെയോ അതല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ കൂടെയോ നമ്മുടെ ബോഡിയിൽ എത്താം. ചിലപ്പോൾ അതിന്റെ ലാർവയാകാം, അതിന്റെ എഗ് ആവാം. ഇത് നമ്മുടെ സർക്കുലേഷനിൽ എത്തുകയും അത് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്ത് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ചിലപ്പോൾ നമ്മുടെ കണ്ണിലാവാം, ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഓർഗൻസിൽ സെറ്റിൽ ഡൗൺ ചെയ്യുകയും അതിനുശേഷം അത് പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും ചെയ്യാം. കണ്ണിൽ പ്രധാനമായും കണ്ണിന് ചുറ്റുമുള്ള ഏരിയകളിൽ ചെറിയ ചെറിയ മുഴകൾ പോലെയോ കണ്ണിനുള്ളിൽ തടസ്സമോ വെള്ളം വരലോ വളരെ റെയർ ആയിട്ട് കാഴ്ച കുറവായിട്ട് പേഷ്യന്റ് വരാറുണ്ട്. ചുറ്റുമുള്ള മുഴകൾ അത് വിരയുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ അത് എക്സിഷൻ ചെയ്യുകയും പ്രോപ്പറായി ടെസ്റ്റ് ചെയ്തതിനു ശേഷം പേഷ്യന്റിന് മരുന്നുകൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പേഴ്സണൽ ഹൈജീനിന്റെ ഒപ്പം തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയും ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുകയും ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയും 6 മാസത്തിലൊരിക്കൽ ഡീവേമിംഗ് ടാബ്ലറ്റ് കഴിക്കേണ്ടതും അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വിരകൾ കണ്ണിലെ പോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയും ബാധിക്കാം. കണ്ണിലോട്ട് വിരകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് മൂലം ചിലപ്പോൾ കണ്ണിന്റെ ഞരമ്പിലെത്തുകയും കാഴ്ച തന്നെ ഒരുപക്ഷെ കുറഞ്ഞു പോയേക്കാവുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയേക്കാം.